കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ട്രീറ്റ് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും ഏറ്റവും പാടുള്ളത് സ്കിൻ ഇഷ്യൂസ് നോക്കാനാണ്. അതിനകത്ത് ഏറ്റവും മെയിൻ പ്രശ്നമാണ് ചൊറിച്ചിൽ. മിക്കവാറും ക്ലിനിക്കിൽ വന്നിട്ട് പറയുന്ന ഡോക്ടറെ ചൊറിച്ചിലുണ്ട്, മരുന്ന് വേണം എന്നുള്ളതാണ്. നമ്മൾ ചൊറിച്ചിലുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ചൊറിച്ചിലൊന്ന് കുറയും, പക്ഷേ അത് മരുന്ന് നിർത്തുമ്പോഴേക്കും പിന്നെ വരും. ചൊറിച്ചിലിൻ്റെ കാരണം ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലവിധ കാരണങ്ങൾ കൊണ്ട് ചൊറിച്ചിൽ വരാം. നമ്മൾ എക്ടോപാരസൈറ്റ് എന്ന് പറയും, അതായത് ഈ പറഞ്ഞ ചെറില്, പേന്, ഫ്ലീസ് അതൊക്കെ ദേഹത്തുണ്ടെങ്കിൽ വരാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺടാക്ട് അലർജി ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. നമ്മൾ ഈ പറഞ്ഞ ഡെറ്റോൾ, ഫിനോൾ, ലൈസോളൊക്കെ ഉപയോഗിച്ച് സ്കിൻ അലർജി വന്ന് അതുകൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിൽ. പിന്നുള്ള ഫുഡ് അലർജിയാണ്. പണ്ട് കാലത്ത് നമ്മൾ കേട്ടോലും ഉണ്ടാകത്തില്ല. അതായത് ചില ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞ ചൊറിച്ചിൽ ട്രിഗർ ആവും. നമ്മളിത് കാരണം അനുസരിച്ച് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല. നമ്മൾ ഇന്ന് ഈ എക്ടോപാരസൈറ്റിലെ ഫ്ലീസിനെ പറ്റിയാണ് പറയുന്നത്. ഫ്ലീസിനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കാരണം അതിങ്ങനെ ഫ്ലാറ്റൻഡ് ആണ്, അതായത് മുടിക്കടക്കൂടെയൊക്കെ ഇങ്ങനെ കയറി നടക്കണ്ടേ ആ രീതിയിൽ. ഇനി എങ്ങനെയാണ്, എവിടെയാണ് ഇതിനെ കാണുക എന്നുള്ളതാണ്. നമ്മൾ ഡോഗ്സിനും ഈ പറഞ്ഞ പൂച്ചയ്ക്കും ഹെയർ കുറവുള്ള പോർഷൻ, അതായത് വയറിന് താഴെ ഹെയർ കുറവല്ല, ആ ഭാഗത്ത് ഇതിനെ കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പൂച്ചയുടെ കണ്ണിന് മേളിൽ കുറച്ച് ഹെയർ കുറവുള്ള ഏരിയയിൽ അവിടെ ഇതിനെ കാണാറുണ്ട്. ഇനി വേറെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലീഡ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വാലിൻ്റെ ബേസ് അതിൻ്റെ മേലായിട്ട് നമ്മളൊന്ന് വകുപ്പെടുത്ത് നോക്കിയാൽ കടുകുമണി വിതറിയ പോലെ കുറച്ച് കറുത്ത കുത്തുകൾ കാണാൻ പറ്റും. അതാണ് ഫ്ലീഡ് ആയിട്ട്, അതായത് ഫ്ലീയുടെ പൂപ്പാണ്. ഇതുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ട്, അതായിരിക്കും ഫ്ലീസിൻ്റെ പ്രസൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു ഫാക്ടർ. ഇനി ക്ലയൻസിന് കമ്പനി ഇങ്ങനെ ആയിരിക്കും, ഡോക്ടർ വാലിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് കടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ല ചെവി കണ്ടമാനം ചൊറിച്ചിലുണ്ട്, പക്ഷെ നോക്കും മുറിവൊന്നും കാണുന്നില്ല. ഫ്ലീസ് ആയിരിക്കാം ചിലപ്പോൾ അതിനുള്ളൊരു കാരണം. ഫ്ലീസ് മാത്രമല്ല, ഈ പറഞ്ഞ ടിക്സ്, ലൈസ് അതൊക്കെ ചൊറിച്ചിലുണ്ടാകാം. നമ്മളിപ്പോൾ ഫ്ലീസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമുക്ക് പിന്നെ വരുന്ന ക്ലയൻസിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ്, നമ്മൾ ഈ പൊയ്യാൻ പോകാനുള്ള മരുന്നൊക്കെ തേച്ച് ഡോക്ടറെ മാറ്റമില്ല എന്നുള്ളതാണ്. എന്ത് മരുന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം പ്രയോഗിച്ചിട്ടുണ്ടാവും. അതായത് പൗഡർ ഉണ്ടാവും, സ്പോട്ടോൺ ഉണ്ടാവും, ഷാമ്പു ഉണ്ടാവും, ടാബ്ലറ്റ് ഉണ്ടാവും, പല രീതിയിൽ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിളും ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് നമ്മളിതിൻ്റെ ലൈഫ് സൈക്കിളിനെ പറ്റി മനസ്സിലാക്കുന്നതാണ്. ലൈഫ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഡൾട്ട് വരുന്നു, മുട്ടയിടുന്നു, മുട്ട ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആവുന്നു, പിന്നെ അഡൾട്ട് ആവുന്നു, അങ്ങനെ രീതി. ഒരു ഫ്ലീ ഒരു ദിവസം 50 മുട്ടയിടും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ 2 മാസം കൊണ്ട് ഏകദേശം നല്ല 200 മുട്ടകൾ ഇടുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ദേഹം മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ, നമ്മൾ ചുറ്റുപാടും. ഉദാഹരണത്തിന് നമ്മുടെ ഡോഗ്സിനകത്ത് ഫ്ലീസ് ഒന്നും ഇരിക്കട്ടെ, ഈവൻ നമ്മുടെ വീട്ടിലെ കാർപ്പറ്റിലൊക്കെ പോയി കിടന്ന് ഉരുളും അറിയും, അല്ല നമ്മുടെ സോഫയിൽ കയറി കിടക്കും. ഈ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ സാധനമൊക്കെ ചാടി ഈ കാർപ്പറ്റിലൊക്കെ ഉണ്ടാവും. ഈ നേരത്തെ പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ ചിലതൊക്കെ ഈ മുട്ടയും ഈ പ്യൂപ്പൽ സ്റ്റേജൊക്കെ ഈ കാർപ്പറ്റിൻ്റെ ഹെയറിനടിയിലേക്ക് ഇരിക്കാം. നമ്മളത് കാണാൻ പോലും പോകുന്നില്ല, അല്ലേ? അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിന് ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ്, നമ്മുടെ കേരളത്തിൽ എപ്പോഴും ചൂടുമാണ്, നല്ല ഹ്യൂമിഡിറ്റിയാണ്, ഫ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള ക്ലൈമറ്റുമാണ് ഈ പറഞ്ഞ നമ്മുടെ ക്ലൈമറ്റ്. അതായത് അവസരം നോക്കിയിരിക്കുകയാണ്, ചിലപ്പോൾ നമ്മളെ കടിക്കും, ഈ പൂച്ചയുടെ ദേഹത്തും കയറും, പട്ടിയുടെ ദേഹത്തും കയറും. അതായത് നമ്മൾ ഈ പേഷ്യൻറ്റിന് മാത്രം, അതായത് ഫ്ലീ ഉള്ള ആളെ മാത്രം ബോഡി ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു ഫലം ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ കാർപ്പറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ വാക്കം ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ കുഷനൊക്കെ ആണെങ്കിൽ നല്ലോണം ഡ്രൈ ആയിട്ട് ക്ലോത്ത് ഡ്രൈ ആയിട്ടൊന്ന് ശരിയാക്കി എടുക്കണം. ഇനി ദേഹത്തുണ്ടാകുന്ന മെഡിക്കേഷൻസാണ്. ഷാമ്പു ഉണ്ട്. ഷാമ്പൂവിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിപ്പിച്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് തീരുന്ന വരെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഫക്റ്റ് തീരുമ്പം ഈ പറഞ്ഞ കാർപ്പറ്റിലോ വീട്ടിലെ പല വിടവുകളിലൊക്കെ ഈ സാധനം ഉണ്ടെങ്കിൽ പിന്നെ പഴയ ഫർണിച്ചർ, തടി ഫർണിച്ചർ അവിടെ നിന്നൊക്കെ പിന്നെ ബോഡി വന്നുകൊണ്ടിരിക്കും. പിന്നെ സ്പോട്ടോൺ ആണ്. ഇതിനുള്ളത് സ്പോട്ടോൺ ആണ്. അതിൻ്റെ 2 ടൈപ്പ് മോളിക്കളുണ്ട്. നമ്മൾ ഫിപ്രോൾ മോളിക്കളുണ്ട്, സെലാമിക്റ്റിൻ മോളിക്കളുണ്ട്. സെലാമിക്റ്റിൻ മോളിക്കളായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സ്പോട്ടോണുകൾക്കൊക്കെ 1 മാസം ആക്ഷനുള്ളൂ. ഈ ടാബ്ലറ്റുകളിൽ പ്രാവക്റ്റോ എന്ന ടാബ്ലറ്റ് ഉണ്ട്, നല്ല വിലയുണ്ട്, 2000-ത്തിനടുത്തുണ്ട്. അത് 3 മാസം വരെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, ഒരു 4-5 മാസം വരെ കിട്ടാറുണ്ട്. നമ്മൾ നടത്താൻ പോകുന്ന ആൾക്കാർ, അതായത് ഡോഗ് പാർക്കിൽ പോകുന്നവർ, അല്ലെങ്കിൽ നമ്മളൊരു ബോർഡിംഗ് സെൻറ്ററിൽ പോകുന്നതിന് മുമ്പ് തീർച്ചയായും ഈ സ്പോട്ടോണോ ടാബ്ലറ്റ് നമ്മൾ എടുത്തിരിക്കണം. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടൊക്കെ ഇഷ്ടംപോലെ സ്ട്രേ ഡോഗ്സ് ഉണ്ട്, ക്യാറ്റ്സ് ഉണ്ട്, നമ്മൾ ഈ പറഞ്ഞ ബിൽഡിങ്സ് ഉണ്ട്, എല്ലായിടത്തും ഈ സംഭവം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നോക്കി അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരു ഡോഗിനെ കൊണ്ട് നമ്മൾ നടത്താൻ പോവുകയാണെങ്കിൽ വഴി വെച്ചത് കിട്ടുന്നിരിക്കട്ടെ, നമ്മൾ വീട്ടിനകത്ത് വരുമ്പോൾ വീട്ടിനകത്ത് ഇതിൻ്റെ പോപ്പുലേഷൻ ഉണ്ടാവും. അതാണ് പിന്നെയും ഇത് പോവാത്തത്. അതായത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഡോക്ടറിനെ കാണുക, നമ്മൾ വാങ്ങിക്കുന്ന മെഡിസിൻ ഇതിന് എഫക്റ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാകത്തില്ല, മിക്കവാറും കടയിൽ പോയി വാങ്ങിക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഡോഗിൻ്റെ വെയിറ്റിനെ കുറിച്ചൊരു ബോധം വേണം. അപ്പോൾ വെയിറ്റ് അനുസരിച്ച് വേണം നമ്മൾ മെഡിസിനൊക്കെ വാങ്ങിക്കാൻ. പിന്നെ മരുന്നിൻ്റെ എഫിക്കസി, ചില സ്പോട്ടോൺ ചിലർ പറയുന്നത് കുളിപ്പിക്കുന്നതിന് 48 hours മുൻപും പിൻപും ഉപയോഗിക്കരുതെന്നാണ്. ഇനി ചിലർ പറയുന്നത് നനവുള്ള സ്കിന്നിൽ നന്നായിരിക്കും എന്ന് പറയുന്നു. അപ്പം നമ്മൾ അതിന് പ്രോഡക്റ്റ് ലീഫ് ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും.
അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രീഡിങ്, പ്രഗ്നൻസി, സേഫ്റ്റി എല്ലാത്തിനും അങ്ങനെ ഒരു സ്റ്റഡി ഒന്നും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ചിലത് സേഫ് ആണെന്നും സേഫ് അല്ല എന്നും പറയുന്നുണ്ട്. അത് നമുക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം വാങ്ങിക്കാനും ഉപയോഗിക്കാനും. ഇനിയിപ്പം തൽക്കാലം ഫ്ലീസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.